കേരളത്തിലെ മാർക്കറ്റുകളിലെത്തുന്ന മത്സ്യങ്ങൾ അന്യസംസ്ഥാനത്തു നിന്ന് തെർമോകോൾ പെട്ടികളിൽ എത്തിക്കുന്നതാണെന്ന് ആരോപണം. ഈ മത്സ്യങ്ങൾ കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ മനുഷ്യരിൽ മാരക രോഗങ്ങളുണ്ടാക്കുന്നുവെന്നും തെളിയുന്നു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തെർമോകോൾ പെട്ടികളിലാക്കി കേരളത്തിലെത്തിക്കുന്ന മീനുകളാണ് ഇപ്പോൾ വിപണികളിൽ ലഭിക്കുന്നത് എന്നാണ് അഭ്യൂഹം. ദിവസങ്ങളോളം പഴകിയ മീൻ കേടാകാതിരിക്കാൻ രാസവസ്തുക്കൾ ചേർത്താണ് ഇവ മാർക്കറ്റിൽ എത്തുന്നതത്രേ. അമോണിയ പോലുള്ള രാസവസ്തുക്കളാണ് മീൻ കേടാകാതിരിക്കാൻ ചേർക്കുന്നത്. ക്യാൻസർ, ആസ്മ പോലുള്ള അസുഖങ്ങൾക്കും ഈ രാസവസ്തുക്കൾ വഴിതെളിക്കും. കാഴ്ചയിൽ പഴക്കം തോന്നാത്ത ഇത്തരം മീനുകളാണ് തീൻമേശയിൽ എത്തുന്നത്. ഇത്തരം മത്സ്യവിപണനത്തിന് സർക്കാർ യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തുന്നില്ല എന്നും ആരോപണമുണ്ട്. രാസവസ്തുക്കൾ ചേർത്ത മീനുകൾ കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ അലർജി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വായുസഞ്ചാരമില്ലാത്ത തെർമോകോൾ പെട്ടികളിൽ രാസവസ്തുക്കൾ ചേർത്ത് ദിവസങ്ങളോളം ഹാർബറിൽ സൂക്ഷിച്ച ശേഷമാണ് ഉപഭോക്താക്കളിലേക്ക് മീനുകൾ എത്തുന്നത്. മാർക്കറ്റുകളിലേക്ക് ഏജന്റുമാർ വഴിയാണ് മത്സ്യം എത്തുന്നത്. പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, ആലുവ തുടങ്ങിയ മാർക്കറ്റുകൾ വഴിയാണ് ഇത്തരം മീൻ വിൽപ്പന പുരോഗമിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ചെമ്മീൻ, അയില, മത്തി തുടങ്ങിയ മീനുകളാണ് കൂടുതലും ഈ വിധം വിൽപ്പനയ്ക്കെത്തുന്നത്. രാസവസ്തുക്കൾ ചേർക്കുന്നത് മൂലം മീനുകളുടെ സ്വാഭാവിക സ്വാദും നഷ്ടപ്പെടുന്നുണ്ട്. മീനുകളിൽ വിഷാംശം കൂടുന്നു എന്ന പരാതി ഉയരുമ്പോഴും ഇത് നിയന്ത്രിക്കാൻ അധികൃതർ വിമുഖത കാണിക്കുന്നുവെന്നും വ്യാപകമായ പരാതികൾ ഉയർന്നു കഴിഞ്ഞു.